നമ്മൾ അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ബേസിക്കിനകത്ത് മെയിനായിട്ടും അതായത് ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ അതിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കണം, സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓർഡർ അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ശരിയല്ലേ? ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇപ്പം നമ്മളുടെ പേരൻസ്, നമ്മൾ ഫോൺ കൂടുതൽ സമയം യൂസ് ചെയ്താൽ നമ്മുടെ പേരൻസ് നമ്മളെ കൺട്രോൾ ചെയ്യും അല്ലേ? അതേപോലെ തന്നെ ബേസിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സിക്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് എന്ത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. മെയിനായിട്ടും 4 തരത്തിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്, ജമ്പിങ് സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പോൾ ഉള്ളത് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈഫ് ദെൻ എൽസ്, എൽസ് ഈഫ് ലാഡർ. ഓക്കെ, അപ്പം ഈഫ് ദെന്ന്, പിന്നെ ഈഫ് ദെന്നും അതിൻ്റെ കൂടെ ഒരു എൽസും, പിന്നെ എൽസ് ഈഫ് എന്ന് പറയുന്ന ഒരു ലാഡറും കൂടി ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഈഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതൊരു കണ്ടീഷൻ, ഒരു ഡിസിഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈഫ് ദെൻ എന്ന് പറയുന്നത്. അപ്പം അതിന് ഓർഡർ, എക്സിക്യൂഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഈഫ് എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണോ അല്ലെങ്കിൽ എക്സ്പ്രഷൻ എന്താണോ അത് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ദെൻ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിൻ്റെ ട്രൂ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? എൻഡീഫ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇഫ് ദ എക്സ്പ്രഷൻ ഇസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഇസ് പോസിറ്റീവ്. തന്നിരിക്കുന്ന നമ്പർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ CLS. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു? പ്രിൻറ്റ് എൻ്റർ ദ നമ്പർ അല്ലേ? നമ്പർ എൻ്റർ ചെയ്യണം. അതിനെ A എന്ന് പറയുന്ന വേരിയബിളിലേക്ക് റീഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് A. അത് കഴിഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈഫ് A എന്ന് പറയുന്നതിനകത്തുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ? 0യേക്കാളും വലുതാണെങ്കിൽ എന്താണ്? പ്രിൻറ്റ് ദെൻ പ്രിൻറ്റ് A എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ് പ്രിൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് എൻഡ്. മനസ്സിലായോ? ഇവിടെ എൽസ് ഇല്ല, ഈഫ് ദെന്നും എൻഡീഫും മാത്രമേ ഉള്ളൂ. ഇനി ചെക്ക് വെദർ ദ ഗിവൺ നമ്പർ ഇസ് നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കണ്ടീഷൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഈഫ് A ലെസ് ദാൻ 0, എയുടെ വാല്യൂ 0യേക്കാളും ചെറുതാണെങ്കിൽ അവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യണം? A എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെന്ന് പ്രിൻറ്റ് ചെയ്യണം. എൻഡ്. ഇനി അടുത്തത് ഈഫ് ദെൻ എൽസ്. അവിടെ എങ്ങനെയാണ് വരുന്നത്? ഈഫ് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും, ദെൻ ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് ആണെങ്കിൽ ആ ട്രൂ ബ്ലോക്ക് അല്ല, ഇത് ഫോൾസ് ആയിരുന്നുവെങ്കിൽ എന്താണ്? ഈ എൽസ് ഭാഗമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് if the condition is true then the true block statement will be executed, otherwise the false block statement will be executed. Example നോക്കാം. Write a program to find the largest among two numbers. 2 നമ്പേഴ്സിനകത്ത് ഏറ്റവും ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ. അപ്പോൾ CLS പ്രിൻറ്റ് എൻ്റർ ദ 2 numbers. 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യാൻ പറഞ്ഞു. ഇൻപുട്ട് Aയിലും Bയിലും അത് വാങ്ങി. അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യുവാണ്. ഈഫ് A എന്ന് പറയുന്നതിലെ വാല്യൂ Bയിലുള്ള വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണോ? അങ്ങനെയാണെങ്കിൽ പ്രിൻറ്റ് എന്ത് ചെയ്യും? A ഈസ് ഗ്രേറ്റർ. അങ്ങനെയല്ല, അത് ഫോൾസ് ആണെങ്കിലോ? എൽസ് പ്രിൻറ്റ് B ഈസ് ഗ്രേറ്റർ ദെൻ എൻഡീഫ്. ഈഫ് ഉണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും? എൻഡീഫ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് എൻഡ്. ക്ലിയർ ആയല്ലോ?